നമസ്കാരം, എല്ലാവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന ഭാഗത്ത് റോഡ് തകർന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. കുഴികൾ മൂടാനായി മണ്ണിട്ടെങ്കിലും മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. അതേസമയം ബസ് സ്റ്റാൻഡിന്റെയും റോഡിന്റെയും ശോചനീയാവസ്ഥ പരിഹരിക്കുന്ന വിഷയത്തിൽ ആർപ്പൂക്കര പഞ്ചായത്തും സ്ഥലം MLA കൂടിയായ മന്ത്രി VN വാസവനും തമ്മിലുള്ള തർക്കവും തുടരുകയാണ്. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ മെഡിക്കൽ കോളേജ് വഴി കടന്നു പോകേണ്ട ചെറുതും വലുതുമായ വാഹനങ്ങളെല്ലാം ബസ് സ്റ്റാൻഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 250ഓളം ആംബുലൻസ് വരുന്ന ഒരു മെഡിക്കൽ കോളേജായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണെന്ന് പറയുന്നത്. ഈ ഒരു വഴി ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേന് ഇപ്പുറത്തോടുള്ള റോഡൊന്ന് ടാർ ചെയ്ത് കൊടുത്തിട്ട് ഇത് ബ്ലോക്ക് ചെയ്യേണ്ടത്. ആംബുലൻസുമായിട്ട് രോഗികളെ കൊണ്ട് ഇവിടെ വീഴും ബ്ലോക്കായി കിടക്കുക. ഞങ്ങളിവിടെ ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരും കൂടെ കൂടിയാണ് വണ്ടികൾ മിക്കവും തള്ളിക്കയറ്റി വിടുന്നത്. അതിനിടയ്ക്ക് ബസ്സുകാരുടെ ഗുണ്ടായിസം ഇവിടെ നടക്കുന്നു. ഇതിപ്പോൾ 1 മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞു. ഇനിയും 6 മാസം വേണമെന്ന് അവർ പറയുന്നത്. ഒരു ഹോം ഗാർഡിനെ പോലും ഇവിടെ നിയമിക്കുന്നുമില്ല, ഒന്നുമില്ല. ബസ് സ്റ്റാൻഡിന്റെ കിഴക്കുവശത്തെ പ്രവേശന ഭാഗത്ത് റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടു. ചെറുവാഹനങ്ങൾ കുഴികളിൽ ചാടി നിയന്ത്രണം നഷ്ടപ്പെടുന്നതും മഴയത്ത് വാഹനങ്ങൾ കുഴിയിൽ നിന്നും കയറാനാവാതെ പിന്നോട്ട് ഉരുളുന്നതുമെല്ലാം അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. ഇതേ തുടർന്ന് പരാതികൾ രൂക്ഷമായതോടെ വ്യാഴാഴ്ച രാത്രിയിൽ അധികൃതർ ഇവിടെ മണ്ണിറക്കി കുഴികൾ അടച്ചിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ പെയ്ത മഴയിൽ മണ്ണ് കുതിർന്ന് ചെളിയായതോടെ വാഹന ഗതാഗതവും കാൽനടയാത്രയും ഇരട്ടി ദുരിതപൂർണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത.